കുട്ടികളെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മലയാളം മലയാളം 1 മലയാളം നമ്മളെ കേരള പാഠാവലിയുടെ ക്ലാസ് 7 മലയാളം കേരള പാഠാവലിയുടെ ഒരു മോഡൽ എക്സാം പേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിരിക്കാം. കഴിഞ്ഞ വീഡിയോ നോക്കിയ ആൾ ഇതിനെ ബേസ് ആക്കിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇട്ടിനായിരുന്നു. അത് നോക്കിയിട്ട് ഇത് നോക്കാൻ ശ്രമിക്കുക. നമ്മൾ അതിനെ കുറച്ചും കൂടി നല്ലോണം തിരിയുകയുള്ളൂ. നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനത്തിലേക്ക് പോകാം. തന്നിരിക്കുന്ന വാക്കുകളിൽ അർത്ഥം എഴുതുക. അർത്ഥം എഴുതുക. ഒളി എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്കറിയാം ഉളി എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചത് അല്ലേ? ഉളി എന്ന് പറഞ്ഞാൽ ശോഭയാണ് അല്ലേ? ഉളി എന്ന മുകളിലായിട്ട് എന്താ ശോഭ? അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഉളിയുടെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഒളി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കണ്ടില്ല. ഒളി എന്ന് പറഞ്ഞാൽ ശോഭയാണ്. ഒളി ശോഭ. അതെല്ലാം നമ്മളിങ്ങനെ പഠിച്ചു വെക്കണം. ചോല എന്ന് പറഞ്ഞാൽ അരുവിയാണ്. നമ്മളെ ഫസ്റ്റ് നമ്മൾ ഇതിന് ചോല പഠിച്ച് നമ്മളെ എന്തെങ്കിലും നഞ്ചി ഒരു നഞ്ചിയിൽ പോകുന്നൊരു ഇതില്ലേ, ഒരു എന്തിനും അത് കിട്ടുന്നില്ല. ചോല എന്ന് പറഞ്ഞാൽ അരുവിയാണ്. അരുവിനെ പറഞ്ഞാൽ നമ്മൾ തോട് പോലത്തെ സാധനം. ആഴി എന്ന് പറഞ്ഞാൽ എന്താ? ചിക്കൻ എന്താ? ആഴി എന്ന് പറഞ്ഞാൽ ഭംഗിയാണേ. കാഞ്ചനം നമ്മളെ എന്തിനു ഏത് കവിതയായിരുന്നു? കാഞ്ചനം കഞ്ചി കുലുങ്ങി കമൻ്റ് ആയേ. കാഞ്ചനം എന്ന് പറഞ്ഞാൽ സ്വർണ്ണമാണ്. കാഞ്ചന കഞ്ചി കുലുങ്ങി എന്തിനും കാഞ്ചി കുലുങ്ങി കലിങ്ങി അങ്ങനത്തെ ഒരു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കാഞ്ചനം എന്ന് പറഞ്ഞാൽ സ്വർണ്ണമാണ്. ആകായം എന്ന് പറഞ്ഞാൽ ആഴം. അത് അവനെന്താ ആയൊരു കടലിൽ എന്താ ആകായം? എന്താ ആഴമാണ് ഒരു പുഴക്ക് അല്ലെങ്കിൽ അരുവിക്ക്. നമുക്ക് ആയിട്ട് നോക്കാം. ആയാടം എന്ന് പറഞ്ഞാൽ അതാ അവനത് ആയാടെടുത്ത് വരുന്ന നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. പണ്ടൊക്കെ അവർക്ക് അതാണ് ആയാടം എന്ന് പറഞ്ഞാൽ വസ്ത്രം. നമ്മളിപ്പോൾ വസ്ത്രം എന്നാണ് വിളിക്കുന്നത്, അല്ല ഡ്രസ്സ്. എന്താ രസാച്ചക്കിൻ്റെ ഡ്രസ്സ്. പിന്നെ ആഴം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആഴം തന്നെയാണ്. സ്വർണ്ണത്തിന് ഇപ്പോൾ ഗോൾഡ് എന്ന് പറയുന്നു, ഭംഗിക്ക് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നു, അരുവിക്ക് എന്താ പറയുക സ്ട്രീം എന്ന് പറയുന്നു, ശോഭയ്ക്ക് എന്താ പറയുക മൈനസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നു. എല്ലാം ഇപ്പോൾ ഇംഗ്ലീഷ് അല്ലേ? അതുകൊണ്ട് നമ്മൾ മലയാളം കുറച്ച് പഠിക്കേണ്ടി വരും. ഓക്കെ, ഇത് മലയാളം. അടുത്ത രണ്ടാമത്തെ ഇതിലേക്ക് പോകാം. രണ്ടാമത്തെ നോക്കാമല്ലോ. രണ്ടാമത്തെ ചേരും പടി ചേർക്കുക. ഇത് എന്താ പറയുന്നുണ്ടെങ്കിൽ കവിത കഥ ഇങ്ങനത്തെ ഇതെല്ലാം ആരാണ് എഴുതിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. എന്ന് പറയുന്നത് ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ തൃശ്ശൂത്സവം എഴുതാരാണ്. നമുക്കറിയാം. നമ്മൾ ഫസ്റ്റ് പഠിച്ചതിന് അറിയില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് ഇതാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സുഗതകുമാരി എഴുതിയതാണ്. സുഗതകുമാരി എഴുതിയ ഒരു കഥയാണ് ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ തൃശ്ശൂത്സവം. അത് നമ്മളൊക്കെ നല്ലോണം പഠിച്ചൊരു കഥയാണ്. നല്ല രസമാണല്ലേ? ആ ഒരു പൂവിൻ്റെയും മണത്തിൻ്റെയും കുറേ തേന് കുടിക്കാൻ വരുന്നതും അതൊക്കെ സുഗതകുമാരി എന്ന് പറയുന്നത്. സുഗതകുമാരി ടീച്ചർ എന്ന് പറയുന്നത് ഇങ്ങനെ പ്രകൃതി ഇങ്ങനെ വർണ്ണിച്ച് അങ്ങ് ഇല്ലാതാക്കുന്ന ഒരു രൂപത്തിലാണ് പറയും. ഇനി അടുത്ത് നോക്കാം. അടുത്ത നമ്മളെ ഒരു ദിനാന്ത സഞ്ചാരം. സഞ്ചാരം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു ദിനാന്ത സഞ്ചാരം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളെ വെള്ളത്തോൾ തന്നെയാണ്. വെള്ളത്തോൾ നാരായണ മേനോൻ ഇങ്ങനത്തെ വർണ്ണിച്ചുണ്ടാക്കുന്നത്. നമ്മളെ ഒരു ദിനാന്ത സഞ്ചാരത്തിൽ എന്താണ് ഇപ്പോൾ ഉള്ളത്? ഒരു വഴിയിലോട്ടെ ഒരു സ്ട്രീറ്റിലോട്ടെ പോകുന്ന ഒരു ഇതാണ് ഒരു ദിനാന്ത സഞ്ചാരം എന്ന് പറയുന്നുണ്ടെങ്കിൽ. അടുത്ത മനസ്സിലേക്ക് എഴുതിയതാണ്. എന്താണ്? ബാലചന്ദ്രൻ ചന്ദ്രാർത്തി എന്ന് എഴുതിയ ഒരാളാണ്. ബാലചന്ദ്ര ചന്ദ്രാർത്തി എഴുതിയതാണ് നമ്മളെ മനസ്സിലേക്ക് എന്ന് പറയുന്നത്. അടുത്ത പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റുകൾ. അത് പ്രപഞ്ചം പൂമ്പാറ്റുകൾ എന്ന് പറയുന്നത് നമുക്കറിയായിരിക്കും. നമ്മളെ വേൾഡിലും നമ്മളെ ഇന്ത്യയിലെല്ലാം ചുറ്റി കറങ്ങി കളിക്കും നമ്മളെ എൻ.എ. നസീറാണ്. എൻ.എ. നസീർ ഈ ഒരു വൈൽഡ് പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റാന്ന് പറയുന്നത് തന്നെ ഒരു പ്രകൃതിയെ പറ്റിയിട്ട് പ്രകൃതിയെ വർണ്ണിച്ചുണ്ടാക്കിയൊരു കഥയാണ്. കഥയാണ് ഇത് നമ്മളെ പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റുകൾ എന്ന് പറയുന്ന ഒരു കഥ ഇത് പറയുന്നത്. അടുത്ത് നോക്കാം. നക്ഷത്രം എഴുതിയത് നമുക്ക് കുറച്ചാൾക്ക് അറിയാം, പക്ഷേ അറിയില്ല. എന്നാലും നോക്കിക്കോളൂ. ലളിതാംബിക അന്തർജനമാണ്. ലളിതാംബിക അന്തർജനം നമ്മളെ USSനെല്ലാം ഉണ്ടായിരുന്നു. USS മോഡൽ എക്സാം പേപ്പറിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഇത് നക്ഷത്രം എന്ന് എഴുതിയത് ആരാണെന്ന് പറയുന്നത് നമ്മളെ ലളിതാംബിക അന്തർജനം തന്നെയാണ് ശരിക്കും പറയുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഈ USS പഠിക്കുന്നതിൻ്റെ ഗുണങ്ങളുണ്ട്. നമ്മൾ ആനുവൽ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ നോക്കാം. ഇടരൂപങ്ങൾ ചേർത്തെഴുതുക. നമുക്ക് നോക്കാം. ഇരുട്ട് നക്ഷത്രങ്ങൾ തെളിഞ്ഞിരിക്കുന്നു. അതിൽ ഇൽ എന്ന് ചേർക്കണം. എന്നാൽ എങ്ങനെയാകും ഒന്ന് നോക്കാലോ. പിന്നെ വേറെ എന്താണ്? കിനാവ് ചിറകുകൾ വീശി. അത് ഇന്ത്യ എങ്ങനെ ആക്കുക ഒന്ന് നോക്കണം. അച്ഛൻ കുട്ടി പറഞ്ഞു ഓട്. അത് നോക്കാലോ. നോക്കൂ. ഇരുൾ നക്ഷത്രങ്ങൾ തെളിഞ്ഞിരിക്കുന്നു. അതന്നെയാണ് ഈ ഒരു അക്ഷരം അവിടെ കൊടുത്തിരിക്കുന്നത്. ഇരുൾ നക്ഷത്രങ്ങൾ തെളിഞ്ഞിരിക്കുന്നു. അടുത്ത് നോക്കാലോ. കിനാവിൻ്റെ ചിറകുകൾ വീശി. കിനാവിൻ്റെ കിനാവിൻ്റെ ചിറകുകൾ വീശി. അടുത്ത അച്ഛൻ ഓട് കുട്ടി പറഞ്ഞു. അച്ഛൻ അതിൻ്റെ മുന്നിലേക്ക് ഒരു അക്ഷരം ചേർക്കുന്നു. അച്ഛൻ ഓട് കുട്ടി പറഞ്ഞു. ഇതിങ്ങനെ വിശകലിച്ച് ഇങ്ങനെ ആക്കിയിട്ട് തരാൻ പറയും. അച്ഛൻ ഓട് കുട്ടി പറഞ്ഞു. അങ്ങനെയൊക്കെ നല്ല രീതിയിൽ അങ്ങനെ ചെയ്യുക വേണ്ടത്. അടുത്ത നമുക്ക് പ്രവർത്തനം 4ലേക്ക് പോവാം. ഓക്കെ, പ്രവർത്തനം 4ലേക്ക് പോവാം. ഓക്കെ, പ്രവർത്തനം 4. പിക്ലു ദുഃഖിതനായിരുന്നു. അമ്മ ദുഃഖിതയായിരുന്നു. അവർ ദുഃഖിതരായിരുന്നു. നോക്കാം. ഇടവരുട്ട പദങ്ങൾ വ്യാക്തമാസ്തം എന്തുകൊണ്ട് ചേർക്കുകയാണ്. എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? പിക്ലു ദുഃഖിതനായിരുന്നു. പിക്ലു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു ആൺകുട്ടിയാണ്. അതിനാൽ പിക്ലു ദുഃഖിതനായിരുന്നു. അവിടെ എന്ത് ശബ്ദമാണ് വരുന്നത് നമുക്ക് നോക്കാലോ. ഓക്കെ, നിങ്ങൾ നോക്കൂ. പിക്ലു ദുഃഖിതനായിരുന്നു. ഇതിനെ അർത്ഥം പിക്ലു പുരുഷനാണ്. അതാണല്ലേ. എന്താണ്? ഒരു ആൺകുട്ടിയാണ്. ഒരു ആൺകുട്ടിയായാൽ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? പിക്ലു ദുഃഖിതയായിരുന്നു.
അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. അമ്മ ദുഃഖിതനായിരുന്നു, അങ്ങനെ പറയാൻ പറ്റില്ല. അതിനാലാണ് പിക്ലു ദുഃഖിതനായിരുന്നു. അതിനാൽ അർത്ഥം പിക്ലു പുരുഷനാണ്. അതാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു അർത്ഥം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. പിക്ലു ദുഃഖിതനായിരുന്നു, അമ്മ ദുഃഖിതനായിരുന്നു, അവർ ദുഃഖിതനായിരുന്നു. ഇനി അടുത്തത് അമ്മ ദുഃഖിതയായിരുന്നു. അതിന് അർത്ഥം അമ്മ എന്ന് വരുന്ന ശബ്ദം സ്ത്രീ ശബ്ദമാണ്. ഒരു പെണ്ണിൻ്റെ ശബ്ദമാണ് അമ്മയുടെ അല്ലേ. അതുകൊണ്ട് അമ്മ ദുഃഖിതയായിരുന്നു. ഇനി അവർ എന്നില്ലേ, അവർ അത് ഹോംവർക്കാണേ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊന്നും നിങ്ങൾ ചെയ്തിട്ട് കമൻറ്റിലൊന്നും ചെയ്യണേ. ഓക്കെ, ഇതാണ് ഞാൻ ഹോംവർക്ക് ചെയ്താൽ വന്നത്. അവർ ദുഃഖിതരായിരുന്നു. അടുത്ത് നമുക്ക് താഴെ അഞ്ചാമത്തെ നോക്കാം. താഴെ കൊടുത്തതിൽ ചോദ്യങ്ങൾ ഉത്തരമെഴുതുക. ചോദ്യങ്ങൾ ഉത്തരമാവാൻ എഴുതുക. അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കിയാലോ. മൂന്നാർ മലയിലെ പൂക്കളുടെ നൃത്തത്തിൽ എന്താണ് കാണാൻ പറ്റുന്നത് നോക്കിയാലോ. ഈ ചോദ്യങ്ങൾ ആൻസർ ഒക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് നോക്കാലോ. ചോദ്യങ്ങൾ ആൻസർ നമുക്ക് നോക്കാം. അഞ്ചാമത്തെയാണേ, ഇത് അഞ്ചാണ്. ഓക്കെ. മൂന്നാർ മലനിരകളിൽ നൃത്തത്തിന് അനുയോജ്യമായ പാട്ടുണ്ട്. ലക്ഷം തേൻ കുടിക്കാനുള്ള ചിറകടി ശബ്ദം, ലക്ഷം ശലഭങ്ങളിൻ്റെ ചിറകടി നാദവുമാണ് പൂക്കളുടെ നൃത്തത്തിനുള്ളത്. ഇതാണ് ആൻസർ. നോക്കിക്കൂടെ, ഒന്നുകൂടി നോക്കാം. മൂന്നാർ മലനിരയിൽ നൃത്തത്തിന് അനുയോജ്യമായ പാട്ടുണ്ട്. ലക്ഷം തേനീച്ചകളുടെ ചിറകടി ശബ്ദം, ലക്ഷം ശലഭത്തിൻ്റെ ചിറകടി നാദമാണ് പൂക്കളുടെ നൃത്തത്തിൽ ഉള്ളത്. ഓക്കെ, ഇതാണ് നൃത്തത്തിനായിട്ട് അനുയോജ്യമായ ശബ്ദം. ഓക്കെ, ഇനി ആറാമത്തെ നോക്കാം. ഓക്കെ, ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കുന്ന് കണ്ണിനെ കുളിരേക്കുന്നത് എങ്ങനെയാണ്? കണ്ണിന് കുളിരേക്കുന്നത് എങ്ങനെയാണ്? ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഓക്കെ, ആൻസർ ഇതാണ്. കുന്ന് കണ്ണിന് കുളിരേകുന്നത് ഇത് കുറച്ച് മലകളൊന്നത് കൊണ്ടാണ് കുന്നിന് കുളിരേകുന്നത്. ഓക്കെ, ഇതാണ് ആൻസർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 7 നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പൂന്തോട്ടത്തിൽ പിക്ലുവിനെ എതിരേറ്റത് ആരെല്ലാം? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് എനിക്കിങ്ങനെ മാറ്റി കൊടുക്കാൻ പറ്റുള്ളൂ. കുന്നിന് വിചിത്ര വർണ്ണങ്ങൾ ലഭിക്കുന്നത് എത്ര കാരണമാണ്? കുന്നിന് വിചിത്ര വർണ്ണങ്ങൾ ലഭിക്കുന്നത് എത്ര കാരണം കൊണ്ടാണ്? അടുത്ത നോക്കാം. പിക്ലുവിൻ്റെ സന്തോഷ